നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ഷംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു. സഭാ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് യോഗത്തിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. രഹസ്യ ബാലറ്റിലൂടെ നടത്തിയ വോട്ടെടുപ്പിനൊടുവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാന്റെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നു. മാർപ്പാപ്പ അനുമതി നൽകിയതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലും കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലും ഒരേ സമയം പ്രഖ്യാപനം നടന്നു. മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചതോടെ സിനഡ് സമ്മേളനം അവസാനിച്ചു. മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കൽ മാത്രമാണ് സിനഡിന്റെ അജണ്ടയെന്ന് സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അറിയിച്ചിരുന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ആന്റണി പടിയറയെയും മാർ വർക്കി വിധേയത്തിനെയും മാർപ്പാപ്പ നിയമിച്ചതാണ്. എന്നാൽ മാർ ജോർജ് ആലഞ്ചേരിയെ സിനഡ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. പാലത്തിലൂടെയുള്ള ഗതാഗതം ഒരു മാസത്തേക്ക് പൂർണ്ണമായും നിരോധിച്ചു. 53 ലക്ഷം രൂപ ചെലവിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് ബുധനാഴ്ച രാവിലെ മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. ഒരു മാസക്കാലം പാലം അടച്ചിടേണ്ടി വരുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. വാഹനങ്ങൾ കട്ടുപ്പാറ ഇട്ടക്കടവ് പാലം വഴിയും വളപുരം പാലോളിക്കുളമ്പ് പാലം വഴിയും കടന്നു പോകണമെന്നായിരുന്നു അറിയിപ്പ്. പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ പട്ടാമ്പി ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ അധികൃതർ സ്ഥാപിച്ചിട്ടുമുണ്ട്. പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകളുടെ തകർച്ച പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. 53 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തികൾ. ഒരു വർഷത്തിലേറെയായി പാലത്തിന് മുകളിലൂടെ ദുരിതയാത്രയാണ് നാട്ടുകാർ നടത്തിയിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇതിന്റെ എല്ലാം സാഹചര്യത്തിലാണ് സർക്കാർ പ്രവർത്തികൾക്കായി ഫണ്ട് അനുവദിച്ചത്. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന 9 സ്ഥലങ്ങളിൽ റോഡ് കട്ട് ചെയ്ത് പുതിയവ സ്ഥാപിക്കുന്ന പ്രവർത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് ഇവിടെ കോൺക്രീറ്റ് പ്രവൃത്തികളും നടപ്പാക്കും. ഇതിനെല്ലാം ഒരു മാസക്കാലം വേണ്ടിവരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏകദേശം ഒരു മാസം വരെ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയലും സാധനങ്ങളും ഡൽഹിയിൽ നിന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ വന്ന് നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് പണി തുടങ്ങുന്നത്. ഏകദേശം ഒരു മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിന് മുന്നേ തന്നെ നമ്മൾ മാക്സിമം വേഗത്തിൽ പണി ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. മോഹസിൻ MLA അതിൽ വലിയൊരു പങ്ക് തന്നെ എടുക്കുന്നുണ്ട്. എപ്പോഴും കോൺട്രാക്ടർമാരോടൊക്കെ കോൺടാക്ട് ചെയ്ത് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. വേഗം തന്നെ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അതുപോലെ പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിക്ക് പോണ ബസ്സുകൾ പുലാമന്തോൾ വന്ന് തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ വെളയൂർ വന്ന് പട്ടാമ്പി ബസ്സുകൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നു. മറ്റെല്ലാ ഭാഗങ്ങളിലും നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ കട്ടപ്പാറയിൽ നിന്ന് വണ്ടന്തറ കൊപ്പം വഴി, അതുപോലെ വളാഞ്ചേരി കൊപ്പം, അങ്ങനെയുള്ള ഭാഗത്തേക്ക് എല്ലാ ഭാഗത്തു നിന്നും ബോർഡ് വെച്ചിട്ട് ആളുകൾക്ക് സൗകര്യപ്രദമായ മനസ്സിലാവുന്ന രീതിയിലെല്ലാം നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. പാലത്തിന്റെ ഇരുവശങ്ങളിൽ വരെയാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. പ്രവർത്തികൾ തുടങ്ങിയതോടെ വിളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. പാലക്കാട് രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിൻ ചെയ്യുന്ന വർക്കുകൾ ഇന്ന് രാവിലെ കാലത്ത് 6 മണിക്ക് തന്നെ ഇവിടെ ആരംഭിച്ചു. ഇപ്പോൾ റോഡിന്റെ ഇരുവശവും പാലത്തിന്റെ ആ ഭാഗവും ഈ ഭാഗവും ബസ്സുകൾ നിർത്തി ജനങ്ങൾ നടന്നുപോയി അവിടെ ബസ് കയറുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും ഒരു 25 ദിവസത്തോളം ഈ പാലത്തിന്റെ വർക്ക് ഇങ്ങനെ നടക്കുമെന്നാണ് ഇതിനെ ബന്ധപ്പെട്ട PWD അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കർമ്മസമിതി യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് കർമ്മസമിതി യോഗം ചേർന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതി അവതരണവും അതിന് വേണ്ടിയുള്ള ചർച്ചയുമാണ് ഇന്നിവിടെ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നൽകുന്ന വിലയേറിയ നിർദ്ദേശങ്ങളാണ് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ 2023-24 വർഷത്തെ പദ്ധതികൾ രൂപീകരിക്കേണ്ടത്.
നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നല്ല വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്കറിയാം പട്ടാമ്പി ബ്ലോക്കിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ വിവിധ പഞ്ചായത്തുകൾ ഒട്ടേറെ പദ്ധതികൾ നല്ല നിലയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരും വർഷങ്ങൾ നല്ല പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ പദ്ധതി രേഖ നമുക്ക് അവതരിപ്പിക്കേണ്ടത്. എന്തായാലും ഈ വൈകിയ വേള വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ തസ്നീമ ഇസ്മയിൽ, ഷൈമ ഉണ്ണികൃഷ്ണൻ, പി ഉണ്ണികൃഷ്ണൻ, അംഗങ്ങളായ പി മുഹമ്മദ് കുട്ടി, പി ഫിറോസ്, പി പ്രസന്ന, ഷെഫീന ഷുക്കൂർ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സുപ്രഭ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഇസ്മയിൽ വിളിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. കിലെ റിസോഴ്സ് പേഴ്സൺമാരായ വി മണികണ്ഠൻ, കെ ടി ദൃശ്യ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. കലാമണ്ഡലത്തിൽ 3 തുള്ളൽ അവതരണങ്ങൾ ഒരേ വേദിയിൽ അരങ്ങേറിയത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ പഠിക്കുന്ന 13 രാജ്യങ്ങളിൽ നിന്നായുള്ള വിദ്യാർത്ഥികൾ കാണാനെത്തി. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ഓട്ടൻ, ശീതങ്കൻ, പറയൻ തുള്ളലുകൾ അവതരണങ്ങൾ ഒരേ വേദിയിൽ അരങ്ങേറുന്നത് അപൂർവമാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ പഠിക്കുന്ന 13 രാജ്യങ്ങളിൽ നിന്നായി വന്ന വിദ്യാർത്ഥി സംഘത്തിനായാണ് ഈ തുള്ളൽ അവതരിപ്പിച്ചത്. കലാമണ്ഡലം തുള്ളൽ വിഭാഗമാണ് നേതൃത്വം നൽകിയത്. കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവി കലാമണ്ഡലം മോഹനകൃഷ്ണൻ, അധ്യാപകരായ കലാമണ്ഡലം സുരേഷ് കാളിയത്ത്, കലാമണ്ഡലം ഷർമിള, കലാമണ്ഡലം നയനൻ, കലാമണ്ഡലം നിഖിൽ, കലാമണ്ഡലം പ്രീജ, MA വിദ്യാർത്ഥിനിയായ അമൃത എന്നിവർ അവതരണങ്ങളിൽ പങ്കെടുത്തു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ റുസ്തം ബറൂച്ചയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി സംഘം കലാമണ്ഡലം സന്ദർശിച്ചത്. അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ഫോട്ടോയെടുത്താണ് പിരിഞ്ഞത്. Long history, as you know, and it is growing, and that I think is what is so exciting, because we are seeing a lot of living traditions. They're not stuck in the past. They're growing, they're changing, they are innovating. Today I went to an Ottan Tulal class, and there were women in the Ottan Tulal class doing Ottan Tulal, and they were fantastic. I mean, they were bringing a new energy to the form, and I was very excited. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അവരുടെ അബുദാബി കേന്ദ്രത്തിൽ നിന്നും കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ് അവരുടെ. അവർക്ക് വേണ്ടി തുള്ളൽ വിഭാഗം ഒരു ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിക്കുകയാണ്. സാധാരണയായി ഡെമോൺസ്ട്രേഷന് ഏതെങ്കിലും ഒരു വേഷം കെട്ടി ബാക്കി വേഷങ്ങൾ സാധാരണ കളരി വേഷത്തിലാണ് അവതരിപ്പിക്കുക. പക്ഷേ ഇന്ന് ഇവിടെ അധ്യാപകർ 2 പേരും ഒരു വിദ്യാർത്ഥിയും കൂടിയിട്ടാണ് ഇന്ന് ഈ ഓട്ടൻ, ശീതങ്കൻ, പറയുന്നത് ഈ 3 തുള്ളലുകൾ ചെയ്യുന്നത്. ഇത് അപൂർവമായിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ ഈ ന്യൂയോർക്ക് വെണ്ണയും പാലും കവർന്നു പുജിപ്പവൻ, 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 വെണ്ണയും പാലും കവർന്നു, വെണ്ണയും പാലും കവർന്നു പുജിപ്പവൻ. ഏകസാ സൂര്യസങ്കാശം ജ്വലിക്കുന്നു ശിവലിംഗം, ഭക്തിയോടെ ശിവലിംഗം ചെന്നെടുത്തു മഹാ, ഭക്തിയോടെ ശിവലിംഗം ചെന്നെടുത്തു മഹാവേദൻ, ശക്തിമാൻ പിന്നെയും കാട്ടിൽ. പട്ടാമ്പി മുതുതലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം സംഘടിപ്പിച്ചു. NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സംഗമം നടന്നത്. NREG വർക്കേഴ്സ് യൂണിയൻ മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം ഒരുക്കിയത്. കൊടുമുണ്ട ബാബു തോട്ടത്തിൽ വെച്ചായിരുന്നു സംഗമം. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും നല്ല രൂപത്തിൽ നടത്തുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ മുതുതല. അതിൻ്റെ സംഗമത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഈ പദ്ധതിയെ ഇല്ലാതാക്കാൻ BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതി വന്നത് തന്നെ കോൺഗ്രസിന് രാജ്യം ഭരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വേണം എന്ന് വന്നപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നാലേ പിന്തുണയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടുവന്നതാണ്. പിന്നീട് കോൺഗ്രസും ഇത് പൊളിക്കാൻ നോക്കി. ഇപ്പോൾ കുറച്ചു കാലമായി BJP ഇത് തകർക്കാൻ, ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ഈ ഇവന്മാരുടെയൊക്കെ അടിത്തട്ടിലുള്ള ആളുകൾ നാട്ടിലെ കോൺഗ്രസും ലീഗും BJPയും എന്തൊക്കെ ചെയ്യുന്നു നമുക്കറിയാം.
തൊഴിലുറപ്പ് പദ്ധതി വന്ന അന്ന് മുതൽ അവന്റെ ഭാഷയിൽ തൊഴിലിരിപ്പാണ്, തൊഴിലറപ്പാണ്. സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ വിശിഷ്ടാതിഥിയായി. എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. സി മുകേഷ്, എം ശങ്കരൻകുട്ടി, ജയശങ്കർ, സി എം നീലകണ്ഠൻ, പി എം ഉഷ, പി ഷൺമുഖൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഏത് രാഷ്ട്രീയ ആശയ സംഹിതകളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നാടിന്റെ പൊതുവായ നടത്തിപ്പ് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് നിർവചനം പഠിച്ചിട്ടുള്ളത്? രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്, അല്ലേ? സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ പഠിക്കുന്നൊരു കാര്യം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്. അപ്പൊ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തുറന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും വിമർശിക്കുകയും അത് വിശകലനാത്മകമായി പരിശോധിക്കുകയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യണമെങ്കിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായി തന്നെ അഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്ന അടിസ്ഥാന ബാലപാഠമില്ലാത്ത നേതാക്കന്മാരാണ് സ്റ്റേജിൽ ഇരുന്ന് പലപ്പോഴും പറയുക. പ്രസിദ്ധമായ പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. വൈകുന്നേരം വിവിധ കമ്മിറ്റികളുടെ ആഘോഷവരവ് നടന്നു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ക്യാമ്പ് വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു സ്വാഗതം പറയും. ചടങ്ങ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്യും. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ P സാബിറ പങ്കെടുക്കും. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.